സ്വന്തം വീട്ടിലേക്ക് മതിൽ ചാടി കടന്നു പോകേണ്ട ഗതികേടിലാണ് ആലപ്പുഴ വണ്ടാനം സ്വദേശി ജയ. അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ ജയയ്ക്ക് ആകെയുള്ളത് ശരീരം തളർന്ന് കിടപ്പിലായ മകൻ മാത്രമാണ്. പരിസരവാസികൾ വീടിനു ചുറ്റും വേലിക്കെട്ടുകൾ തീർത്തതോടെയാണ് 61-കാരിയായ ഈ അമ്മയ്ക്ക് ദിവസവും മതിൽ ചാടിക്കടന്ന് പുറത്തു പോകേണ്ടി വരുന്നത്. കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുകളാണ് വണ്ടാനം കാട്ടുങ്കൽ വീട്ടിലെ ജയയെ ഒറ്റയ്ക്കാക്കിയത്. അപ്പോഴും മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ശരീരം തളർന്നുപോയ മകൻ മുരുകേഷിനെ ചേർത്തുപിടിച്ച് ജീവിതം മുന്നോട്ടു നീക്കി. വർഷങ്ങൾക്ക് മുൻപ് വാങ്ങിയ വണ്ടാനത്തെ 5 സെന്റ് സ്ഥലത്തെ ഒറ്റമുറി വീട്ടിലേക്ക് താമസം മാറ്റി. പിന്നീട് അയൽവാസികൾ അതിർത്തികൾ കെട്ടിയപ്പോഴാണ് പ്രമാണത്തിലെ ചതി മനസ്സിലായത്. അന്നു മുതൽ തുടങ്ങിയതാണ് ഈ മതിൽ ചാടി കടന്നുള്ള ജീവിതം. വസ്തു വന്നൊരു വഴി തരാതെ ഇട്ടൊന്ന് വിഷമിപ്പിച്ച് വർഷങ്ങളായി ഒരുപാട് പീഡനമായി, ഒരുപാട് നാശനഷ്ടങ്ങളും ഒരുപാടുണ്ടായി. ചീത്തവിളിയും മരുന്ന് സഹായിക്കാൻ മരുന്നൊക്കെ എതിരായിരുന്നെങ്കിലും ഏറ്റവും ക്ഷമിച്ച് അതിനൊരു നീതി കിട്ടുന്ന പറഞ്ഞ് പലയിടത്തും അപേക്ഷ കൊടുത്തു, പലയിടത്തും പറഞ്ഞു. അങ്ങനെ വർഷങ്ങളായി. പിന്നെ കോടതി കൊടുത്തിട്ട് കോടതിയിൽ നിന്ന് അവർ ചെയ്യും വരുമെന്ന് വിചാരിച്ചിട്ട് നീട്ടി പിന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കുഞ്ഞിനെ സീരിയസ് ആയിട്ട് ഇടയ്ക്ക് പോകാൻ പറ്റത്തില്ല. അല്ലാത്ത ദിവസം ഇത്രയും പ്രാവശ്യം പോയിട്ടുണ്ട്. മകൻ മുരുകേഷിനെ ചികിത്സയ്ക്കായി പുറത്തു കൊണ്ടുപോകണമെങ്കിലും ഇത് തന്നെ വഴി. കഴിഞ്ഞ 3 മാസമായി ചികിത്സയും മുടങ്ങി. ചികിത്സയ്ക്ക് പോകാൻ പറ്റത്തില്ല, എനിക്കൊരു സാധനത്തിന് പോകാൻ പറ്റത്തില്ല. ഇത് ഒരു അരമതിലേ ഉള്ളായിരുന്നു, 2 മതിൽ കെട്ടിയത്, കല്ല് കെട്ടിയത്. അവിടെ വേലിയായിരുന്നു. അപ്പോൾ അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴും ഞാൻ വേലിയുടെ ഇടയിൽ കൂടെ പോയിക്കണം, കുഞ്ഞിനെ കൊണ്ടുപോകത്തില്ല. അതെല്ലാം കുറേ നാൾ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അവർ ഈ വസ്തു കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും വേറൊരു വന്ന് അവർ അവിടെ മതിൽ കെട്ടാൻ ഫൗണ്ടേഷൻ ഇട്ടിട്ടും 10 മാസം വരെ കെട്ടിയില്ല. ഒരു ഓട്ടോക്കാരും വരികയല്ല, കഷ്ടപ്പാടുകൊണ്ട്. ആട് വളർത്തലും മകന് ലഭിക്കുന്ന ഭിന്നശേഷി പെൻഷനുമാണ് വരുമാനമാർഗം. മെഡിക്കൽ കോളേജിൽ വിതരണം ചെയ്യുന്ന പൊതിച്ചോറ് വാങ്ങാൻ പോകണമെങ്കിലും മകനെ തനിച്ചാക്കി ഈ മതിൽ ചാടണം. എനിക്ക് കുഞ്ഞിനെ കൊണ്ട് പോകാനുള്ള സൗകര്യത്തിന് വഴി വേണം. ചേട്ടന് പീഡനം സഹിക്കുക വയ്യ തന്നെ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ചേട്ടൻ എൻ്റെ സ്വന്തക്കാരുണ്ടല്ലോ എന്ന് വിചാരിച്ചു ചെയ്യുന്നെങ്കില്ല, ഈ ആശുപത്രിയിലുള്ളടത്താണല്ലോ. പക്ഷെ അവിടെ എൻ്റെ ഭർത്താവ് തടഞ്ഞു. പരാതി നൽകി മടുത്ത് ഉള്ളുനീറി കരയുമ്പോഴും മകനു വേണ്ടി ധൈര്യം പുറമേ കാട്ടി ജീവിക്കുകയാണ് ഈ അമ്മ. മകന് ചികിത്സ ഉറപ്പാക്കാൻ, ഭക്ഷണം നൽകാൻ ഒരു വഴി തുറക്കുമെന്ന പ്രതീക്ഷയിൽ. ന്യൂസ് മലയാളം, ആലപ്പുഴ.